തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞത് പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24നോട്. തൃശൂരിൽ വോട്ട് ശതമാനം പകുതിയായി കുറഞ്ഞത് ഞെട്ടിച്ചു. ഇടതുവിരുദ്ധ തരംഗം UDFന് ഗുണം ചെയ്തു. തിരുവനന്തപുരം മേയർ ആര് എന്നത് 26-ന് തീരുമാനിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഹായ്, ഗുഡ് ഈവനിങ്. BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ഇന്നലെ കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇന്ന് BJPയുടെ നേതൃയോഗം കണ്ണൂരിൽ ചേരുന്നു. ഈ സമയത്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു കോർപ്പറേഷൻ അങ്ങയുടെ നേതൃത്വത്തിൽ പിടിച്ചു. പക്ഷേ ഈ വേളയിലും ഒരു ചർച്ച നടക്കുന്നത് BJPക്ക് സീറ്റ് കുറഞ്ഞു, അതുപോലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? അല്ല, അത് നോക്കൂ, ഞങ്ങളുടെ ലക്ഷ്യം ഒരു 25% വോട്ട് പിടിക്കാനായിരുന്നു ലക്ഷ്യം. അത് ഞങ്ങൾ ശരിക്ക് കിട്ടിയില്ല. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് തിരുവനന്തപുരം തൃശ്ശൂർ വിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് 2020-ലും അങ്ങനെ വലിയ വോട്ട് ശതമാനം കിട്ടിയില്ല. അപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്ക് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നമുക്ക് വോട്ട് ഷെയർ പകുതിയായിട്ടുണ്ട്. 40% എന്തോ ആയിരുന്നു ലോക്സഭയിലെ വോട്ട്, അതിപ്പോൾ ഒരു 20% ആയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. LDFൻ്റെ ഒരു വീഴ്ചയും LDFൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി, LDFൻ്റെ എതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇലക്ഷനായിട്ടാണ് ഈ ഇലക്ഷനായി മാറിയത്. അതിൻ്റെ ഗുണങ്ങൾ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തു. കൂടുതൽ കോൺഗ്രസിന് പോയോ? അതായത് ഒരു LDF വിരുദ്ധ വികാരം ഉണ്ടായത് ക്യാപിറ്റലൈസ് ചെയ്യാൻ BJPയേക്കാൾ UDFന് സാധിച്ചോ? അത് പണിയെടുക്കാതെ UDF ജയിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പ്രചരണം വരുന്നത്. അത് സത്യമാണ്. കാരണം ആൻറ്റി ഇൻകംബൻസിയും ഈ സ്വർണ്ണക്കൊള്ളയും അതിനെക്കുറിച്ചെല്ലാം ശരിക്ക് ശക്തമായ ഒരു പ്രതിഷേധവും സമരമെല്ലാം ചെയ്തത് BJP ND ആയിരുന്നു. നമുക്ക് അറിയാലോ, ഓർമ്മയുണ്ടല്ലോ. നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഇന്നിപ്പോൾ LDF ഭരിക്കുന്ന എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ പ്രതിപക്ഷ പാർട്ടിയായി ഇരിക്കുന്നത് UDF ആണ്. അപ്പോൾ UDFന് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു പ്രസൻസ് ഉണ്ട് എല്ലാ ലോക്കൽ ബോഡീസിലും. അത് NDAക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗുണം അത് ഒരു കാരണമാണ്. തിരുവനന്തപുരത്തിന് ആര് മേയർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴേക്ക് തീരുമാനമാകും? അല്ല, അത് 26-ാം തീയതി രാവിലെ ഞങ്ങൾ അത് തീരുമാനിക്കും. അത് ഞങ്ങളുടെ പ്രോസസ്സ് ഉണ്ട്, രീതിയുണ്ട്. ഞങ്ങളുടെ സെൻട്രൽ പാർട്ടിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞങ്ങൾ ഇവിടെ എല്ലാവരോടും ഒരു സംവാദം, ഒരു ഡിസ്കഷനെല്ലാം നടത്തി ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഞങ്ങളുടെ കൗൺസിലർ 50 കൗൺസിലർമാരുണ്ട്. എല്ലാം ഒരേപോലെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കൗൺസിലർമാരാണ്. അതിൽ ഏറ്റവും ഒരു അപ്രോപ്രിയേറ്റ് കൗൺസിലർ ഞങ്ങൾ തിരഞ്ഞെടുത്ത് മേയറാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ BJP ആരംഭിക്കുകയാണ്. മിഷൻ 2026 എന്ന പേരിൽ. കണ്ണൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.